ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചന ഭാഗം. ഈശോയെ അനുധാവനം ചെയ്ത ചില സഹോദരിമാരെ വചനം പരിചയപ്പെടുത്തുകയാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായവള് മഗ്ദലക്കാരി മറിയം. 7 പിശാചുക്കളെ ഈശോ അവളിൽ നിന്ന് പുറത്താക്കി. ഈശോയുടെ അനുഗ്രഹദായകമായ സാന്നിധ്യവും അത്ഭുതകരമായ ഇടപെടലുകളും മൂലം മാനസികവും ആത്മീയമായ സന്തോഷം അനുഭവിച്ച, ദൈവത്തിൻ്റെ അനുഗ്രഹമേറ്റുവാങ്ങിയ കുറേ സഹോദരിമാരുടെ പേര് വിവരങ്ങൾ നമുക്ക് ധ്യാനത്തിനായിട്ട് സഭ നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ സ്വന്തമാക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ അവൻ നമ്മുടെ ഹൃദയത്തിൽ ചെലുത്തുന്ന വലിയ സ്വാധീനം, അവൻ ഹൃദയങ്ങളിൽ വാഴുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷം. ഈ പ്രിയ സഹോദരിമാർ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടവർ പോലും ആയിരുന്നില്ല. പക്ഷേ ഈശോ എന്ന ദൈവത്തെ അവർ നെഞ്ചോട് ചേർത്തപ്പോൾ സുവിശേഷത്തിൽ പേരെടുത്ത് പ്രതിപാദിക്കുന്ന കഥാപാത്രങ്ങളായിട്ട് അവർ മാറി. ആർക്കൊക്കെ ദൈവത്തെ നെഞ്ചോട് ചേർക്കാനാകുമോ അവരൊക്കെ ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടാത്ത സാന്നിധ്യമായിട്ട് മാറും. നമ്മളൊക്കെ ദൈവത്തെ എത്രമാത്രം ചേർത്ത് പിടിക്കുന്നുവെന്ന്, ഈശോയ്ക്ക് എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു സ്വാധീനമുണ്ട് എന്ന്, ഈശോ എൻ്റെ ജീവിതത്തെ എത്രമാത്രം തിരുത്തലുകളിലൂടെ നയിക്കുന്നുവെന്ന് നമുക്ക് പറയാനാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി മാറുക. എൻ്റെ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും എനിക്ക് വേണ്ട എന്നുള്ള തീരുമാനം, എൻ്റെ ആഗ്രഹിക്കാത്ത വഴികളും ഈശോ ആഗ്രഹിക്കാത്ത ജീവിതചര്യകളും എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ ഞാനും നിങ്ങളും പ്രാപ്തരാകുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകും. പ്രിയപ്പെട്ടവരെ, അവൻ പറയുന്നത് പോലെ ചെയ്യാൻ കാനായിലെ കല്യാണവേളയിൽ അമ്മ പറഞ്ഞില്ലേ? അവൻ പറഞ്ഞതുപോലെ ചെയ്തവരാണ് ഈ പേരെടുത്ത് പരാമർശിക്കപ്പെടുന്ന സ്ത്രീകളൊക്കെയും. അവൻ പറഞ്ഞപ്പോൾ പാപലോകത്തോട് അവർ വിട പറഞ്ഞു. പിന്നെ അവനെ അനുധാവനം ചെയ്യുന്നത്, അവൻ്റെ കൂടെ നടക്കുന്നത്, അവനിൽ വിലയം പ്രാപിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ സാഫല്യതയായിട്ട് അവർ കണക്കാക്കി. നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം ഇടപെടണമെങ്കിൽ, ദൈവൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനമായി മാറണമെങ്കിൽ, എൻ്റെ ഹൃദയത്തിൻ്റെ താളമായി മാറണമെങ്കിൽ അവനെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവൻ കൂടെയുണ്ട് എങ്കിൽ പൗലോസ് പറയുന്നത് പോലെ എനിക്കെല്ലാം സാധ്യമാണ്. ആപത്തോ നഗ്നതയോ വാളോ ഭൂകമ്പങ്ങളോ വിരാസങ്ങളോ അസ്വസ്ഥതകളോ മരണമോ എന്തു വന്നാലും എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ചെയ്യാനാകുമെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് പറന്നുയരാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.